ആ സന്ദർഭത്തിൽ ഗെയിൽ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് അത് വേണ്ട എന്ന് വെക്കാം, അതിൻ്റെ ഓഫീസും കൂടി ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പിണറായി വിജയൻ ഡൽഹി വരുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഗെയിൽ, നടക്കും? പിണറായി വിജയൻ പറഞ്ഞു, നടത്താം. മെമ്മോറാണ്ടം വായിച്ചിട്ട് സാധാരണ ചിരിക്കാത്ത മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എന്താ സാർ? തോമസേ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 45 മീറ്റർ 75 മീറ്റർ ആകാശപാതയൊക്കെ വേണം. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് 30 മീറ്റർ വേണം. ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും. ദേശീയപാത അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 26 യാഥാർത്ഥ്യം. വലിയ വെല്ലുവിളികളായിരുന്നു. ആ വെല്ലുവിളികളെ നേരിട്ട് ഇന്നത് യാഥാർത്ഥ്യമാക്കുന്നത് പിണറായി വിജയൻ കഴിഞ്ഞു. അപ്പോൾ ഗൗതം ഭായ് എന്നോട് പറഞ്ഞു, വിഴിഞ്ഞത്തെക്കുറിച്ചാണെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ വന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാത്ര എളുപ്പമല്ല. യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് പോയിരിക്കുന്നത്. 2ാമത്തെ ഘട്ടം 3ാമത്തെ ഘട്ടം. കേന്ദ്ര ഗവൺമെൻറ് പോലും അങ്ങനെ വരുമെന്ന് പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ ലാഭത്തിൻ്റെ വിഹിതം ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP തവണ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ പല സീറ്റുകളും BJP പിടിക്കും എന്നുള്ളൊരു ഘട്ടമാണ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ, അല്ലെങ്കിൽ കാലാകാലമായി പറയുന്നത് പോലെ പറയുകയാണോ? എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. തെറ്റാവാം, ശരിയാവാം. മാഷേ നമസ്കാരം. നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് പടിവാതിക്കകത്ത് നിൽക്കുന്നൊരു സമയത്തായി നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 5 വർഷം മുന്നേ നടന്ന ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടിലല്ല ഇപ്പോൾ ഉള്ളത്. നിലപാടുകളിൽ മാറ്റം വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ? കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു മുഖവും പുതിയൊരു കാഴ്ചപ്പാടുണ്ടായി. സാധാരണ 2 മുന്നണികൾ, ഇപ്പോഴാണ് 3 മുന്നണിയായിരുന്നു. അത് UDFും LDFും മാറി മാറിയാണ് വരുന്നത്. കേരളത്തിൽ ജനങ്ങൾ അതാ ഇഷ്ടപ്പെട്ടിരുന്നത്. ആ കാഴ്ചപ്പാട് മാറി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 10 വർഷം കഴിഞ്ഞു. അടുത്ത 5 വർഷം കൂടി ഭരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഇതൊന്നും വ്യക്തിപരമായി പിണറായി വിജയന് നേട്ടമാണ്. ഞാനത് പറയാൻ കാരണം, അദ്ദേഹം ചില കാര്യങ്ങളെടുക്കുന്ന ശക്തമായ സമീപനം. 2013 ഞാൻ കേന്ദ്ര മന്ത്രിസഭയിലുള്ള സന്ദർഭത്തിലാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പൈപ്പ് ലൈൻ ഇടാൻ തീരുമാനിച്ചത്. ആദ്യകാലത്ത് ഗുജറാത്തിൽ മാത്രമായിരുന്നു ഗെയിലിൻ്റെ ഒരു പ്രോജക്റ്റ്. പിന്നീട് മന്ത്രിസഭയിൽ ഫയൽ വന്നപ്പോൾ ഞാൻ AK ആൻ്റണിയോടും വയലാർജിയോടും പറഞ്ഞു, നമുക്കൊരു പ്രോജക്റ്റ് വേണ്ട, ഇത് വലിയ പ്രോജക്റ്റാണ്. അത് കേരളത്തെ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, സദേൺ സ്റ്റേറ്റ്സ് മുഴുവൻ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പറയണം ഡിസ്കഷൻ വരുമ്പോൾ. അങ്ങനെ ക്യാബിനറ്റ് ഡിസ്കഷൻ വന്നപ്പോൾ ഞാനിത് റേസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് ഗുജറാത്ത് മാത്രമല്ലല്ലോ ഇന്ത്യ, കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് വേണ്ടേ. അതുകൊണ്ട് ഒരു ഗെയിൽ പ്രോജക്റ്റ് ഞങ്ങൾക്ക് തരണം. വൈപ്പിൻ്റെ സ്ഥലമുണ്ട്. അത് പറയാൻ എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കൊച്ചി തുറമുഖം വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ പോകാൻ ഈ പുതിയ കണ്ടെയ്നർ ടെർമിനൽ വന്നതിന് ശേഷം കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ല കൊച്ചിക്ക്. ശമ്പളം പോലും കൊടുക്കാൻ ദുബായ് പോർട്ട് വന്നപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട്. അവിടുത്തെ ഓപ്പറേഷൻ കോസ്റ്റ് എല്ലാം പോർട്ടിൻ്റെ ഡ്രഡ്ജിങ് ഉൾപ്പെടെ. അപ്പോൾ ഈ ഗെയിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ പോർട്ട് ചെയർമാൻ പോൾ ജോസഫ് എന്നോടൊരു, മാഷേ, ഈ ഗെയിലിൻ്റെ പ്രോജക്റ്റ് വന്നവർക്ക് 150 കോടി രൂപ ഒരു കൊല്ലം ഉണ്ടാവും, അത് മതി ശമ്പളമൊക്കെ കൊടുക്കും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്, ഒരു ഗ്യാസ് പ്രോജക്റ്റ് പറഞ്ഞാൽ കുക്കിംഗ് ഗ്യാസ് ഉൾപ്പെടെയല്ല, വളരെ വികസന സാധ്യതയാണ്. അങ്ങനെ അത് മൻമോഹൻ സിംഗ് സമ്മതിച്ചു. പ്രോജക്റ്റ് മുന്നോട്ട് പോയി. പക്ഷേ ഒരടി പൈപ്പ് പോലും ഇവിടെ ഇടാൻ കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടി വന്നു, VS വന്നു, ഒന്നും നടക്കുന്നില്ല. പിന്നീടാണ്
പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും. ആ സന്ദർഭത്തിൽ ഗെയിൽ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് അത് വേണ്ട എന്ന് വെക്കാം, അതിൻ്റെ ഓഫീസും കൂടി ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് പിണറായി വിജയൻ ഡൽഹി വരുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഗെയിൽ, നടക്കും? പിണറായി വിജയൻ പറഞ്ഞു, നടത്താം. അന്ന് വരാപ്പുഴ അതിരൂപതര മെത്രാപ്പോലീത്ത ഉൾപ്പെടെ സമരത്തിലാണ്. സഭ നേരിട്ട് ഇടപെട്ട് സമരം നടത്തുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ എതിരാണ്. അങ്ങനെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകില്ല എന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വരുന്നത്. പിണറായി വിജയൻ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി. മറ്റൊന്ന് ദേശീയപാതയാണ്. അത് ഞാൻ കേന്ദ്ര മന്ത്രിസഭയിലുള്ളപ്പോഴാണ് VSൻ്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഒരു ഐക്യകക്ഷി സംഘം ഡൽഹി വരുന്നു. മന്ത്രിസഭയിലൊരു അംഗം എന്നതിൽ എന്നെക്കൂടി പ്രൈം മിനിസ്റ്റർ വിളിക്കുന്നു ചർച്ചയിൽ. ഇപ്പോൾ ഇവരൊരു മെമ്മോറാണ്ടം വായിച്ചിട്ട് സാധാരണ ചിരിക്കാത്ത മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എന്താ സാർ? തോമസേ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 45 മീറ്റർ 75 മീറ്റർ ആകാശപാതയൊക്കെ വേണം. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് 30 മീറ്റർ വേണം. ഇത് എന്താ, എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് വിരോധമില്ല. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ 4 മാസക്കാലം കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നയാളാണ്. ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും. ദേശീയപാത അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 26 യാഥാർത്ഥ്യം. വലിയ വെല്ലുവിളികളായിരുന്നു. ആ വെല്ലുവിളികളെ നേരിട്ട് ഇന്നത് യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ കഴിയുമാണ്. വിഴിഞ്ഞം പ്രോജക്റ്റ്. ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ് നമ്മുടെ കൈ വിട്ടുപോയപ്പോഴാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഉമ്മൻചാണ്ടി പറഞ്ഞു, മാഷേ ആരും എടുക്കാനില്ല, ഇനി അദാനിയേ ഉള്ളൂ. അവരും ടെൻഡർ എടുത്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സീരിയസ് ആണോ? ഞാൻ സീരിയസ് ആണ്. കേരളം മാത്രമല്ല, തമിഴ്നാട് രക്ഷപ്പെടും, നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ രക്ഷപ്പെടും. ഞാൻ ട്രൈ ചെയ്യാം. അങ്ങനെ എനിക്ക് ഗൗതം ഭായിയെ വളരെ വർഷക്കാലം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞാനിന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നിങ്ങളോട് സംസാരിക്കണം. അപ്പോൾ ഗൗതം ഭായി എന്നോട് പറഞ്ഞു, വിഴിഞ്ഞത്തെക്കുറിച്ചാണെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല, കേരളത്തിൽ വന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ അത്ര എളുപ്പമല്ല. പ്രൊഫസർക്ക് അറിയാവുന്നവരെ എനിക്കറിയാം. ഞാനും അദ്ദേഹം ഈ കടൽത്തീരം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ചർച്ച വേണോ? നമ്മൾ ചർച്ച വേണം, നിങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ മുഖ്യമന്ത്രി കെ ബാബു, ചീഫ് സെക്രട്ടറി ഗൗതം ഭായിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വീട്ടിൽ വന്ന് ഞങ്ങൾ പുട്ടും ഒക്കെ കൊടുത്ത്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുട്ട്, കേരള പുട്ട് കൊടുത്ത് ഉമ്മൻചാണ്ടിയും ഗൗതം ഭായിയും മാത്രമായി എൻ്റെ ബെഡ്റൂമിലേക്ക് കയറി. ഞാൻ പോയില്ല, അവർ രണ്ടുപേരും കൂടി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൈ കൊടുത്തുകൊണ്ട് രണ്ടുപേരും വന്നപ്പോൾ ഗൗതം ഭായി എന്നോട് പറഞ്ഞു, തോമസ് ഐ ആം കമ്മിങ്. എന്നിട്ട് പിന്നെ ഇനി ഫർദർ എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റേതായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ പ്രതിപക്ഷത്തെ കയ്യിലെടുക്കണം, തിരുവനന്തപുരത്തെ സമൂഹങ്ങളെ, പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തെ കയ്യിലെടുക്കണം, മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞാണ് പിണറായി വിജയൻ വരുന്നത്. ആ പ്രോജക്റ്റ് തന്നെ തകർക്കുന്ന വിധത്തിൽ സമരം നടന്നത്. 1-2 സമരങ്ങളുടെ ഒരു വേലിയേറ്റായിരുന്നു. ഇപ്പോൾ ഞാൻ CM-നോട് പിണറായി വിജയൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, CM വെടിവെപ്പ് ഉണ്ടാവരുത്. അവിടെ 3 വെടിവെപ്പ് ഇതിനു മുമ്പ് വന്നപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അവരെ വിശ്വാസത്തിലുള്ള എത്ര സമ്മർദ്ദം ഉണ്ടായാലും വെടിവെപ്പ് ഒഴിച്ച് എന്ത് വേണമെങ്കിലാവാം. അങ്ങനെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് പോലും വെടിവെപ്പുണ്ടായില്ല. പോലീസ് വാഹനങ്ങളൊക്കെ കത്തിക്കുകയൊക്കെ ഒരു പ്രശ്നമില്ല. വേറെ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ വെടിവെപ്പ് അത് സമാധാനപൂർവ്വം പോയിപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് പോയിരിക്കുന്നത്. 2ാമത്തെ ഘട്ടം, 3ാമത്തെ ഘട്ടം. കേന്ദ്ര ഗവൺമെൻറ് പോലും അങ്ങനെ വരുമെന്ന് പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ ലാഭത്തിൻ്റെ വിഹിതം ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ശക്തനായ ഭരണാധികാരി, ചെറിയൊരു കാര്യം, ഒരു മുന്നണി സംവിധാനമാണ്. മാത്രമല്ല CPM-ഉം CPI-യും തമ്മിൽ പല കാര്യത്തിലും ആശയപരമായും കാഴ്ചപ്പാടിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ PMC വന്നു. വ്യക്തിപരമായി എനിക്കതിന് തെറ്റൊന്നും ഞാൻ കണ്ടില്ല. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടണം, ഒരു PMC പറയുന്നു, നമ്മൾ CMC കൂടെ, ഞാൻ തമാശയായിട്ട് ഒരു CMC കൂടെ എഴുതിക്കോ എന്ന് പറഞ്ഞു. അതൊരു ഹോസ്പിറ്റൽ നമുക്ക് സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ അവർ ചില കണ്ടറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ നമ്മുടേതായ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്
ക്യാരക്ടർ കേരളത്തിനുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴാണ് പിണറായി വിജയൻ എന്ന ശക്തനായ ഭരണാധികാരി. അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ വരട്ടെ. സത്യത്തിൽ ഇടതുമുന്നണിക്കും പിന്നെ വലതുമുന്നണിക്കല്ല, പിണറായി വിജയൻ എന്നൊരു ഭരണകർത്താവിനെയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ജനങ്ങൾ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഭരണ തുടർച്ച എന്ന് പറഞ്ഞ് ഓക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നൊക്കെ, പക്ഷേ ഇതൊരു വലിയൊരു അപകടം കൂടിയില്ലേ? അതായത് ദീർഘകാലം അധികാരത്തിലില്ലാതെ കോൺഗ്രസ് തകർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ തകർച്ച ഇവിടെ BJP പോലുള്ള ഈ സംഘപരിവാർ ശക്തിക്ക് വലിയ രീതിയിൽ വളരാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട്. കാരണം വീണ്ടും LDF പിണറായി വിജയൻ നേതൃത്വത്തിൽ വന്നാൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല. UDF സംവിധാനം തന്നെ കംപ്ലീറ്റ് പോകും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ലേ? കേരളം മുന്നോട്ട് കുതിക്കുക. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമാനമായ ലൈഫ് സ്റ്റൈലുള്ള സംസ്ഥാനമായി മാറി, വലിയ വളർച്ചയിലാണ്. അങ്ങനത്തെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഭരണ സംവിധാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ രാഷ്ട്രീയമായി തന്നെ, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ചില അപജയങ്ങൾ വരാം, പേടിക്കാം. കോൺഗ്രസ് ഇല്ലാതാകാമെന്ന് നമുക്ക് ഭയപ്പെടാം, BJP വരുമെന്ന് നമുക്ക് ആശങ്കയുണ്ടാകാം. പക്ഷെ ആ രാഷ്ട്രീയം മാറ്റിവെച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ അനിതര സാധാരണമായ വളർച്ചയായിരിക്കും അടുത്ത LDF ഗവൺമെൻറ്. പക്ഷെ ഇത് LDF ഭരണം അധികാരത്തിൽ തുടരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന തെറ്റില്ല. പക്ഷേ പിണറായി തന്നെ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നു ഒരാൾ തന്നെ ഭരണം തുടർച്ചയായി കൈകാര്യം ചെയ്യണം. അതിനെന്താ കാരണം? ഞാൻ ഒരു ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥ കഴിഞ്ഞു, ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്നു, പക്ഷെ കേരളത്തിൽ പിടിച്ചു നിന്നു. K. കരുണാകരൻ എന്ന ഭരണാധികാരി. ഞാൻ ലീഡറെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഞാൻ ലീഡറെ കാണുന്ന പോലെയാണ് പിണറായി വിജയനെ കാണുന്നത്. കാരണം ഇവർക്ക് പരസ്പരം കുറേ ഒത്തിരി താരതമ്യങ്ങളുണ്ട്. ഒരു തീരുമാനമെടുത്താൽ നടപ്പിലാക്കും, കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്കൊരു ഭരണാധികാരിക്ക് പറ്റിയതാവില്ലെങ്കിലും കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിശ്ചയദാർഢ്യമുണ്ട്, കൺവിൻസിങ് കപ്പാസിറ്റിയുണ്ട്. അത് വേണ്ടേ? നമ്മൾ കാണുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നത്തെ ഇന്ത്യയെ ഈ രീതിയിൽ വളർത്തിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഞാൻ നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് വിശ്വസിക്കുന്നയാളാണ്. അന്ന് നെഹ്റുവിൻ്റെ ആ ഉൾക്കാഴ്ച വളരെ വലുതാണ്. റഷ്യയുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു, പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്നു. അതേസമയത്ത് മറ്റു രാജ്യങ്ങളിൽ അന്ന് രണ്ട് രാഷ്ട്രീയ ചേരികളില്ല, അമേരിക്ക ഒരു ഭാഗത്ത് റഷ്യ. ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു മൂന്നാം ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നു. അത് പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ കരുത്ത് നമ്മൾ കാണണം. പിന്നീട് വന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധി കൊണ്ട് എല്ലാം നമ്മൾ പറയില്ല. പക്ഷെ ഇതിന് ലക്ഷ്യബോധം കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവായിരിക്കും പിണറായി. ഈ മാഷ് കരുണാകരൻ്റെ കാര്യം പറഞ്ഞു, ലീഡർ K. കരുണാകരൻ പറഞ്ഞു. ഈ ഇന്നത്തെ കോൺഗ്രസ് ഇപ്പം നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും വലിയ ചർച്ച കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല, മറിച്ച് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് കോൺഗ്രസ് നടക്കുന്നത്. പക്ഷേ ദീർഘകാലമായി കോൺഗ്രസിൻ്റെ എല്ലാ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി കോൺഗ്രസ് നടന്നിട്ടുണ്ട്. അല്ല ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും കരുണാകരനെ പോലെ അതിനൊരു വ്യത്യാസത. ഇപ്പോൾ എന്തുകൊണ്ട് CH മേനോൻ്റെ ഗവൺമെൻറ്റിൽ കരുണാകരൻ ആദ്യത്തെ 6 മാസം ചേർന്നില്ല? അന്ന് വയലാരവി ഒക്കെ ആണി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക്, അന്ന് കോൺഗ്രസ് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പുകൾക്ക് കരുണാകരൻ്റെ ആഭ്യന്തരമന്ത്രി ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് അവർ വ്യത്യസ്തമായ നിലപാടെടുത്ത് പിന്നീട് ചേരുകയും ചെയ്തു. കരുണാകരൻ്റെ വീഴ്ചയിൽ ഈ ഗ്രൂപ്പിസം സഹായിച്ചിട്ടുണ്ട്. എത്രയോ കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായി, കേസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അത് വ്യക്തിപരമായി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. സമാനമായി നാം കാണുന്നത് കോൺഗ്രസിനകത്ത് ഇന്നും ആ ഗ്രൂപ്പിസമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, ചിലപ്പോൾ തന്ത്രം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നമ്പർ 1 ആയുള്ള രാഹുൽ ഗാന്ധി പോലും അല്ല നമ്പർ 1. രാഹുൽ ഗാന്ധി ഏതാ പറയും, മീറ്റ് KC എന്നേ പറയത്തുള്ളൂ. ഇന്ത്യയിൽ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്നത് KC ആണ്, എല്ലാവർക്കും അറിയാം. KCയുടെ പ്ലാനിങ് എന്താ? തിരിച്ച് കേരളത്തിൽ വരണം, മുഖ്യമന്ത്രിയാകണം. നാളെ ഏതെങ്കിലും സാഹചര്യത്താൽ ഡൽഹിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തിരിച്ചങ്ങോട്ട് പോകും. അത് നല്ല പ്ലാനിങ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നത് അതാണ് ഒരു പ്ലാനിങ്, രാഷ്ട്രീയ പ്രവർത്തന പ്ലാനിങ്. അതിന് കൂടെ നിന്നവരെയൊക്കെ കാലാകാലങ്ങളിൽ വെട്ടി താഴെ ഇട്ടിട്ടുമുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യം. പക്ഷേ അത് വെച്ച് കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും? കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് ചെറിയ കാര്യം, PT ചാക്കോ എന്ന് വായിച്ച രാവിലെ PT ചാക്കോയ്ക്കെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ട് സ്ത്രീയെ കൂടെ കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ എടുത്ത് ഇപ്പോൾ കോൺഗ്രസ് ആരെങ്കിലും ഉണ്ടാവും, പല രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഉണ്ടാവും. കാരണം ഒരു വ്യക്തിത്വം നമ്മൾ ഉദ്ദേശിച്ചു. ഇപ്പോൾ AK ആന്റണിയെ നമുക്ക്
കെ ആന്റണിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും കെ ആന്റണി എന്നൊരു നല്ല മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം ചിലപ്പോൾ ഭരണകർത്താവെന്ന നിലയിൽ ഉദ്ദേശിച്ച പോലെ പോയിട്ടുണ്ടാവില്ല. ഉമ്മൻചാണ്ടി നല്ല ജനങ്ങളുമായി വളരെ കൂടെ നിൽക്കുന്നു. പക്ഷെ അവരൊക്കെ ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് അപ്പുറത്ത് നിന്ന ആളുകളാണ്. ആൻ്റണിയെക്കുറിച്ച് ഇങ്ങനെ ആരോപണം പറയില്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെ ആരോപണം, സുധീറിനെക്കുറിച്ച് ഇങ്ങനെ ആരോപണം. ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു കോൺഗ്രസ്. ഇന്നുണ്ടോ? അല്ല, അതാ ചോദ്യം. ഈ കുറേ നേതാക്കന്മാർ പറയുന്നു ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ എന്ന്, മറ്റു ചിലർ വി.ഡി. സതീശനാണ് ആവേണ്ടതെന്ന് പറയുന്നു. ഇത്തരത്തിലൊരു ഒരു പരസ്യമായിട്ടൊരു പോരാട്ടം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കരുണാകരനെ പോലെയോ ആന്റണിയെ പോലെയോ ഒന്നും അത്രയൊന്നും സ്വീകാര്യതല്ല. ഗ്രൂപ്പുകളുണ്ട്, അതെ, 2 ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അധികാരപ്പോര് നടക്കുന്നുണ്ട്. ഇന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കുന്നു. ഇന്ന് അതിലേക്ക്, അതുമാത്രമല്ല അന്ന് കരുണാകരനും ആന്റണിയും ഉള്ളപ്പോൾ തീരുമാനം അവസാനം അവരെടുക്കും. അവർ കോൺഗ്രസിന് ക്ഷീണം വരുന്ന തീരുമാനം എടുക്കത്തില്ല. ഇതല്ലല്ലോ. ഇന്ന് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടന്നു വരണം. കരുണാകരൻ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം മരിക്കുന്നത് ഒരു 10 പൈസ അനധികൃതമായി ഉണ്ടാക്കിയിട്ടില്ല. ആൻ്റണിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തെ യുവതലമുറ അങ്ങനെയാണോ? ഞാൻ അവർ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. അവരുടെയൊക്കെ നിലപാടെന്താ? അവരൊക്കെ കൈകൾ ശുദ്ധമാണോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഞാൻ TH മുസ്തഫയോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വന്നു. മുസ്തഫയെ പോലെ പ്രവർത്തകരോടൊപ്പം നിന്നൊരു നേതാവ് വേറെയില്ല. അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങൾ വന്നപ്പോൾ സാമ്പത്തിക പരിമിതി ഉണ്ടായിരുന്നു. ALDKP സാമ്പത്തിക പരിമിതികൾ. അവരൊന്നും സമ്പത്തിൻ്റെ പുറകെ ഓടിയവരല്ല. ഇന്നത്തെ തലമുറ എങ്ങനെയാണോ? എത്ര പേരെ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്യാൻ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് നോക്കി അവരുടെ ക്യാരക്ടർ എന്താണ്. ALDKP അനുകൂലമായ സമാനമായ ഒരാളുണ്ടോ എറണാകുളത്ത്? കരുണാകരനെ പോലെ ഒരു സമാനമായ നേതാവ് വേറെയുണ്ടോ? ആൻ്റണിയെപ്പോലെ സമാനമായ നേതാവുണ്ടോ? അപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പണത്തിനോടും ആഗ്രഹം, അധികാരത്തിനോടും ആഗ്രഹം. നമ്മളിതുവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കേണ്ട മാന്യത, സത്യസന്ധത, ക്യാരക്ടർ അതുണ്ടോ? അത് ഞാൻ എടുത്തു കാണിക്കുന്ന ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. പക്ഷേ നമ്മൾ കാലം മാറിയിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. ഈ CPM-ൻ്റെ നമുക്കറിയാം കുറേ നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് വിമത സ്ഥാനാർത്ഥികളെ വരുന്നു. പ്രത്യേകിച്ചിട്ടും G. സുധാകരനെ പോലെ 2 തവണ മന്ത്രിയൊക്കെ, ദീർഘകാല MLA ഒക്കെ വളരെ സമാധാനീയനായ ഒരു നേതാവാണ് G. സുധാകരൻ. അദ്ദേഹം ഇപ്പോൾ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ് അമ്പലപ്പുഴയിൽ. പല സ്ഥലങ്ങളിൽ ഇതുപോലെ PK ശശിയുണ്ട്, അതുപോലെ തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ വിമത വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ സ്വന്തം അനുഭവം, എനിക്ക് കോൺഗ്രസ് വിട്ടു പോരാൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ നിന്ന് അകന്നപ്പോൾ എന്നെ അകത്തുക ചെയ്ത്. കാരണം എനിക്ക് 19 സീറ്റ് വരാഞ്ഞതിൽ എനിക്ക് പരിഭവം ഉണ്ടായിരുന്നില്ല. 23 അസംബ്ലി മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പരിഭവം ഉണ്ടായില്ല. പക്ഷേ പാർട്ടിയുടെ ഒരു പോസ്റ്റ് പോലും എന്നെ വെക്കാൻ തയ്യാറായിരുന്നു. എന്നെയൊക്കെ ഇടക്കാലത്ത് KPCC വർക്കിംഗ് പ്രസിഡന്റായി. പക്ഷേ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുല്ലപ്പള്ളിയെ മാറ്റി, എന്നെയും മാറ്റി. അതേ സമയത്ത് സുധാകരനെ കൊടിക്കുന്നിൻ്റെ നിലനിർത്തുകയും ചെയ്തു. പിന്നീട് എന്നെ അടുപ്പിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പൊതു മുഖത്ത് എന്നെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ക്യൂ ആയിട്ട് നിൽക്കുന്ന എയർപോർട്ട് സ്വീകരിക്കാൻ. പക്ഷേ ഹൈക്കമാൻഡുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. കുടുംബമായിട്ട് ഇന്നും സോണിയാഗാന്ധിയെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതൊരു വലിയൊരു കുടുംബമാണ്. സോണിയാഗാന്ധിയെ കുറിച്ച് പുസ്തകം ഒരു മാഷ എഴുതി, ഞാൻ ഇംഗ്ലീഷും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അത്ര അന്നും ഇന്നും എനിക്ക് ബന്ധമുണ്ട്. ഇന്നും പല നേതാക്കന്മാരും തോമസ് നമ്മുടെ ഇവിടെ നിർത്തേണ്ടതായിരുന്നു പറഞ്ഞു എന്ന് ഞാൻ പിന്നീട് കേട്ടിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു മര്യാദ എന്നെപ്പോലുള്ളവരോട് കാണിച്ചത് നമുക്ക് സ്ഥാനമല്ല, നമ്മളോട് സ്നേഹം, ഒരു പൊതുവിയോഗം. ഹവറി തോമസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞു. ഇത് കണ്ടാൽ മാറിപ്പോയി കളയുന്നൊരു സമീപനമുണ്ട്. ഇത് മറ്റു പലരും കരുതുന്നുള്ള അങ്ങനെയാണ്. ഒരു നിവൃത്തിയുമില്ലാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു വർക്കഹോളിക്കാറുണ്ട്. രാവിലെ 4:30 എഴുന്നേറ്റ് രാത്രി 9 മണി വർക്കഹോളിക്കാൻ എന്തായാലും ജോലി ചെയ്യണം. അപ്പോഴാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് യെച്ചൂരി, MA ബേബി, കൊടിയേരി. ഞങ്ങൾക്കന്ന് പിണറായി വിജയനായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. അപ്പോൾ യെച്ചൂരിയാണ് പറഞ്ഞത്, പ്രൊഫസർ എത്ര നാളെ ഡൽഹിയിലിരിക്കുന്നത്, നിങ്ങളുടെ ആ ബന്ധങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ? അപ്പോൾ ഞാൻ അതിന് വിരോധമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടിയിൽ ചേരാൻ പറ്റത്തില്ല. അത് ആണെങ്കിൽ ഞാൻ ഇതുപോലെ പൊക്കോളൂ. കാരണം എനിക്ക് എൻ്റെ ബന്ധങ്ങൾ അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ. അത് ഞാൻ യെച്ചൂരിക്കറിയാം. എന്നെ നരേന്ദ്രമോദി ഞാനൊരു നല്ല ബന്ധമുള്ളതാണ്. എന്നെ അദ്ദേഹം ക്ഷണിച്ചതാണ് ചില പോസ്റ്റോടുകൂടി. പക്ഷേ അദ്ദേഹം പറഞ്ഞു BJP-ക്കാണ്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എൻ്റെ സ്ഥിതി എന്താ? ഇപ്പോഴും ഞാനിങ്ങനെ CPM-ൽ ചേരാതെ എന്ന ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ, മാഷിത് വേണ്ടായിരുന്നു. അതവർ പറയാൻ അവരോട് പരിഭവമില്ല. മാഷ് കോൺഗ്രസ്സുകാരനാണ്. അതിൻ്റെ ചരിത്രം ഞാൻ പറയുമ്പോൾ അത് കേൾക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല. ഇതാണ് ചിന്താഗതി. അപ്പോൾ ഒരു പാർട്ടിയിൽ വളർന്ന ആളുകൾ സ്വാഭാവിക പാർട്ടി വിട്ട് പോകുമ്പോൾ
ഒറ്റപ്പെട്ടു. ഞാനിപ്പോൾ ഒറ്റപ്പെടില്ലാതെ കാരണം എനിക്ക് ജോലിയുണ്ട്. എൻ്റെ പഴയ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ കോൺഗ്രസിനകത്ത് സുഹൃത്തുക്കളുണ്ട്, എല്ലാ പാർട്ടിയുടെ സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് ഞാനത് അറിയുന്നില്ല. പക്ഷേ ഞാനിത് മനസ്സിലാക്കുന്നു. നമ്മൾ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നും എന്ത് കാരണം കൊണ്ട് മാറിയാലും അത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ജി സുധാകരൻ മാഷെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കോടികൾ ആണ് ഒരു വർഷം സർക്കാർ. ഞാൻ അദ്ദേഹം തർക്കിക്കാൻ പോയില്ല. കാരണം കേരള ഹൗസിലെ അക്കൗണ്ട് എൻ്റെ പേരില്ല. അവിടുത്തെ ജോലി ശമ്പളം കൊടുക്കുന്നത്, കാപ്പ് കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നതൊക്കെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് 2 അക്കൗണ്ട് ഉണ്ട്. അത് ഒന്നെൻ്റെ ഒന്ന് സ്പെഷ്യൽ, പിന്നെ അവിടുത്തെ RCയുടെ പേരിൽ. അതിപ്പോൾ എനിക്ക് കിട്ടുന്ന വേതനം എന്നുകൊണ്ട് 1 ലക്ഷം രൂപയാണ്. അത് സ്പെസിഫിക്കായിട്ട് ഞാൻ CM-നോട് പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പെൻഷനുണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. അത് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഒരിക്കലും അത് ഉപേക്ഷിച്ചാൽ പിന്നെ രണ്ടാമത് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു ശമ്പളം അല്ലെങ്കിൽ വേതനം, അങ്ങനെയാണ് എനിക്ക് ഈ മോണിറ്റോറിയം വെച്ചത്. ഈ കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി പല സ്റ്റേറ്റുകളിലും ശ്രമിക്കുന്നു, ദേശീയ തലത്തിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതിന് ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ കൂട്ടി ചോദിക്കുകയാണ്, ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയപരമായ പക്വതയില്ലായ്മയാണോ? തീർച്ചയായിട്ടും. എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്, എനിക്കത് സ്നേഹമാണ്, ആദരവുണ്ട്. പക്ഷേ കോൺഗ്രസിനെ തകർക്കുന്ന രീതി സമീപനം എടുക്കരുത്. അതിലൊരു ഉദാഹരണം, അദ്ദേഹം പാർലമെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് പാർലമെൻറ്റിൽ എഴുന്നേറ്റ് 2 വാക്ക് പറഞ്ഞ് ലോകം മുഴുവൻ കേൾക്കും. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ വന്നാൽ 1 വർഷം ഉണ്ടതിൽ അദ്ദേഹം മൊബൈലെടുത്ത് കളിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇവിടെ വന്നാൽ നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിച്ചുള്ള കളി വേണ്ട, പുറത്ത് ചെയ്തു. അതുപോലെ സഹപ്രവർത്തകരോട് പെരുമാറ്റം. ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനും ഉമ്മൻചാണ്ടിയും കൊണ്ട് രാഹുലിനെ കാണാതില്ല. സമയം തന്നിട്ടാണ് ഞങ്ങൾ ഇരുമ്പോൾ പുള്ളി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഉമ്മൻചാണ്ടി നിന്നുകൊണ്ട് ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ട് പട്ടിക്ക് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി ഞാൻ നിന്നുകൊണ്ട് പറയുന്നു. ഇത് കഴിഞ്ഞ് പുള്ളി പട്ടി പോകണം എൻ്റെ പറയുമോ, ഞങ്ങൾ എൻ്റെ പറയുമോ. ഉമ്മൻചാണ്ടി പോയതിനു ശേഷം ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് കറക്റ്റ്. യു ഹവ് ബീൻ ടോക്കിംഗ് ടു വൺ ഓഫ് ദ ടോളസ്റ്റ് ലീഡർ ഇൻ ദ കൺട്രി, മിസ് ഉമ്മൻചാണ്ടി. യു ആർ ഗിവൺ ദ ടൈം. അന്ന് എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ചില സന്ദർഭത്തിൽ ഞങ്ങൾ തമ്മിൽ അല്പം നിരസം ഉണ്ടാകാൻ കാരണം ഞാൻ പാർലമെൻറ്റ് മന്ത്രിയാണ്. ക്വസ്റ്റ്യൻ അവർ ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യും. 11 മണിക്ക് ക്വസ്റ്റ്യൻ 9:30 എൻ്റെ പാർലമെൻറ്റിൽ ചെല്ലും. ഉദ്യോഗസ്ഥന്മാരോട് അങ്ങനെ എൻ്റെ പ്രോബബിൾ ക്വസ്റ്റ്യൻസൊക്കെ ചർച്ച ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഇതുവരെ എന്നെ കാണാനായിട്ട് രാഹുലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വരാം, പക്ഷേ എനിക്ക് 9 മണിക്ക് പാർലമെൻറ്റിൽ പോകണം, എൻ്റെ ക്വസ്റ്റ്യൻ്റെ. ഞാൻ അവിടെ ചെന്ന് 9:30 10 മണി വരെ ആയിട്ടും രാഹുൽ എന്നെ വിളിക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ എന്നോട് വിളിച്ചു. പിന്നെ കണ്ടപ്പോൾ എന്താ യു ലെഫ്റ്റ് മൈ ഹൗസ്? ഐ സെഡ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യുവർ സ്റ്റാഫ് ഇൻ മൈ ക്വസ്റ്റ്യൻ ഡേ. ഐ ടു ഇൻ ദ പാർലമെൻറ്റ് 9:30. ഐ വെയിറ്റഡ് അപ്പ് 10 o'clock. രാഹുൽ യു ഷുഡ് നോട്ട് ഡു ദിസ്. അത് പറയാനുള്ള ഒരു സ്നേഹബന്ധം എനിക്കുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നെ എനിക്കെതിരായിട്ട് കൊണ്ടുവന്നത്. അത് അന്നും ഇന്നും സോണിയാജി ഞാൻ ബഹുമാനിക്കും. അമ്മയുടെ അടുത്ത് നിങ്ങൾ അമ്മയെന്നാണ് വിളിക്കുന്നത്. ചെന്ന് കഴിഞ്ഞാൽ എന്ത് പരിഭവം തീരും. അന്നും ഇന്നും അങ്ങനെയാണല്ലോ 2023 ഞാനിവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത സോണിയാജിയല്ല പറഞ്ഞത് വേണ്ട, അത് വേണ്ടെന്നും പറ്റും. അന്നും ആ ബഹുമാനം സോണിയാജിയുടെ അന്നും ഇന്നും എനിക്കുണ്ട്. ഈ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ LDFൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. അതെ. ഈ 4 വർഷക്കാലം മാഷിന് വിവിധ ഇലക്ഷനൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാഷോ അല്ലെങ്കിൽ മാഷിൻ്റെ മകളോ ഇവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ള വലിയ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പിലും ചിലപ്പോൾ മാഷ് മത്സരിച്ചേക്കും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ മാഷ് സ്ഥാനാർത്ഥിയായില്ല. മാഷ് സ്വയം തീരുമാനിച്ചതാണോ? സ്വയം തീരുമാനിച്ചതാണ്. കാരണം എൻ്റെ ഫാമിലി അവരുടേതായ ഒരു ജീവിത ശൈലിയുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ അപ്പൻ്റെ കാലത്തോടെ ചില കച്ചവടങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസാണ് ഞങ്ങൾ വെച്ചു. ഞങ്ങളതിൽ വളരെ ഹാപ്പിയാണ്. രണ്ടും കൂടി ഇതിനകത്ത് നടക്കുന്നത്. ഞാനാണെങ്കിൽ എനിക്കറിയാം ഒരു ഏജ് ഫാക്ടറുണ്ട്. ഞാൻ 73 വയസ്സായപ്പോഴാണല്ലോ എന്നെ പാർലമെൻറ്റ് സീറ്റ് നിഷേധിച്ചത്. പിന്നീട് എനിക്കതിനോടൊരു താല്പര്യം തോന്നുന്നില്ല. എനിക്കൊരു ജോലിയുണ്ട്. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട പല പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, ചെറുകഥകൾ എഴുതുന്നുണ്ട്, ഇത്തിരി സോഷ്യൽ വർക്ക്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് പ്രൊഫസർ KV തോമസ് വിദ്യാധരൻ ട്രസ്റ്റാണ്. ഞങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് പ്രചോദനപരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർഷക മിത്രം പരിപാടി 1 ലക്ഷം കറിവേപ്പിലയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ICR ചോദിച്ചു. അപ്പം അങ്ങനെ കുറേ ജോലികൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ തോന്നിയത് ഞാൻ സ്വസ്ഥനാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടം കഴിഞ്ഞു.
പൊളിറ്റിക്കലായിട്ടുള്ള കാലഘട്ടം. അതുകൊണ്ടാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്തും ഈ പിന്നെ പത്രങ്ങൾ സ്വാഭാവികമായിട്ട് പറയും, നമ്മളത് യേസ് നോ എന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ഇങ്ങനെ എൻ്റെ നിലപാടെടുത്തു. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്താണോ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. ഈ മാഷെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിരോധികൾ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് പിണറായി വിജയനെയും ഈ BJPയെയും തമ്മിലുള്ള പാലമായിട്ടാണ് മാഷ് വർക്ക് ചെയ്യുന്നത്. പല ഉയർന്നു വരുന്ന പല ആരോപണങ്ങളും മാഷിടപെട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അടുത്ത് പോകണ്ടേ, ഇതൊരു ഭരണ സംവിധാനമല്ലേ. അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നമ്മൾ യാചിക്കുകയല്ല ചെയ്യുന്നത്, ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മാത്രമല്ല ഞാനൊരു സന്തോഷത്തിന് പറയാൻ, നിർമ്മലാ സീതാരാമൻ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അതിൽ ഗവർണർ വന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രണാബ്ദ മാത്രം ലീഡറെ കാണാൻ അവരുടെ വ്യക്തിബന്ധം കൊണ്ടാണ്. അതുപോലെ ഡൽഹിയിൽ വന്നാൽ ഒരു ദിവസം പോലും മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും കാണുന്നതിന് കാത്തു നിൽക്കേണ്ടി വന്നത്, ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്റർ, ഇൻക്ലൂഡിങ് അമിത്ഷാ. അവിടെ പല മന്ത്രിമാർക്കും നമ്മുടെ സീവനോട് താല്പര്യവും സ്നേഹവും അവർ തന്നെ പറയും, ഈസ് എ ഗ്രേറ്റ് ലീഡർ, ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ, ഹീ ഈസ് നോട്ട് കറപ്റ്റ്. ഞാൻ അവരുടെ വാക്കിൽ നിന്ന് വായിക്കുന്നത് ഹീ ഈസ് നോട്ട് കറപ്റ്റ്. ഒത്തിരി ആക്ഷേപം നമ്മൾ പിണറായി വിജയനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഡൽഹിയിൽ ആരും അത് വിശ്വസിക്കുന്നില്ല. ഞാനും ആ ഫയലുകളൊക്കെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സംസ്ഥാന മന്ത്രിസഭയിൽ ഇരുന്ന കാലത്തൊക്കെ ഈ ആരോപണങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പരിശോധിച്ചത് ആരുടെ മന്ത്രിസഭയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ആരോപണം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാവില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ കാണുന്ന നല്ല ഭരണാധികാരി. അദ്ദേഹം ഒരിക്കലും കറപ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് പാർട്ടി നടത്തുന്ന ഒരാൾ കൂടിയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഭരണം ദുരുപയോഗപ്പെടുത്തി പാർട്ടിക്ക് വേണ്ടിയൊന്നും സമ്പത്തുണ്ടാക്കുന്നത് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ സ്റ്റേറ്റ് അതൊരു ദുരൂഹതയാണ്. കാരണം ഞാനാണ് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്ത് ഈ പ്രകൃതി ദുരന്തം കൈകാര്യം ചെയ്തത്. അതൊക്കെ എൻ്റെ നോംസ് ഉണ്ട്. ഈ ദുരന്തം നടന്ന അന്ന് തന്നെ ഞാൻ വേണുവിനെ വിളിച്ചു പറഞ്ഞു, വേണു ചീഫ് സെക്രട്ടറി, വേണു ഇതാണ് നോംസ്. ആ നോംസ് വെച്ചുകൊണ്ട് ഇന്ന് വരെയും പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ഇപ്പോൾ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ദേശീയ ദുരന്തമാക്കണമെന്ന് പറയാൻ കാരണം. ദേശീയ ദുരന്തം 100% കിട്ടും, മറ്റേത് 80% കിട്ടത്തുള്ളൂ. പക്ഷെ കാണിച്ചത് BJP കാണിക്കുന്നത് മര്യാദകേടാണ്. പ്രൈം മിനിസ്റ്റർ വരുന്നു, ആ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നു, നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് 10 പൈസ ഇന്ന് വരെയും കൊടുത്തിട്ടില്ല. ഇതൊന്നും നമ്മൾ യാചിക്കുകയല്ലല്ലോ, നമുക്ക് അവകാശപ്പെട്ടതാണ്. 40,000 കോടി രൂപയോളം GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് തരണം. അതുപോലെ റെയിൽവേ നമ്മൾ പൈസ കൊടുക്കുക, റെയിൽവേക്ക് സ്ഥലം കൊടുക്കുക. ദേശീയപാത നമ്മൾ പൈസ കൊടുക്കുക. വിഴിഞ്ഞം അവിടെ നമ്മളങ്ങോട്ട് പൈസ കൊടുക്കേണ്ട സ്ഥിതിയാണ്. പക്ഷെ അങ്ങനെ ഒരു ചിറ്റമ്മ നയം ഒരു സ്റ്റേറ്റിനോട് രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കേന്ദ്രം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP തവണ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ പല സീറ്റുകളും BJP പിടിക്കും എന്നുള്ളൊരു ഘട്ടമാണ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ, അല്ലെങ്കിൽ കാലാകാലമായി പറയുന്നത് പോലെ പറയുകയാണോ? എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. തെറ്റാവാം, ശരിയാവാം. ഞാൻ തിരുവനന്തപുരം തന്നെ എടുത്തു. ഞാൻ വളരെ വ്യാപകമായി പോകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അവിടെ നിയമം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ കുരിശുമല കയറ്റം ഇത്തവണ ഞാൻ പോയിട്ടാണ് തുടങ്ങി വെച്ചത്. ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ ചലനം കാണുന്നില്ല. ചിലപ്പോൾ 2ാം സ്ഥാനത്ത് വന്നേക്കാം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നേക്കാം. പക്ഷേ നിയമസഭയിലേക്ക് BJP കയറുമെന്ന് വിശ്വാസം എനിക്കില്ല. ഇപ്പം BJP ഏറ്റവും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രനും ഇപ്പോഴത്തെ ലീഡർ K കരുണാകരൻ്റെ മകൾ പത്മജ, ഈ 2 സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എൻ്റെ ചോദ്യം അതല്ല, പാലക്കാട് ഈ രാഹുൽ മാങ്കോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലൊക്കെ എത്രയും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കേണ്ട ഒരു സ്ഥലത്ത് രമേശ് പിഷാരടിയെ പോലുള്ള വളരെ പാർട്ടിയിൽ അങ്ങനെ സജീവമല്ലാത്തൊരു സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഈസി വാക്ക് ഓവറിനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു. അല്ല, ഇതിൻ്റെ അകത്തൊരു കാര്യം, അത് ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നവർക്ക് വ്യക്തമായ തെളിഞ്ഞൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. പണ്ടൊരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഒന്നെങ്കിൽ കരുണാകരൻ സെറ്റ് ചെയ്യും എന്തായിരിക്കണം അജണ്ട, അല്ലെങ്കിൽ ആൻ്റണി സെറ്റ് ചെയ്യും. അവർ രണ്ടുപേരും സെറ്റ് ചെയ്താൽ പിന്നെ അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടറിയാമല്ലോ. അത് ആ ട്രാപ്പിലേക്ക് ഇവർ വീണുപോയി. യഥാർത്ഥ പൊളിറ്റിക്സ് ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഒന്നും പറയാനില്ല. അതാണ് വേറെ പ്രശ്നം. ഈ ഗവൺമെൻറ് ജനവിരുദ്ധ എന്ത് നിലപാടെടുത്തു?
രാഷ്ട്രീയ പ്രേരിതമായ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറ്റം പറയാം, ദേശീയവാദ കുറ്റം, അത് രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷെ ശരിക്കും നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. കേരളത്തെ പോലെ ആരോഗ്യ രംഗത്ത് സമ്പന്നമായ സ്റ്റേറ്റ് ഉണ്ടോ? പ്രൈമറി ഹോസ്പിറ്റൽ വരെ നമുക്ക് നല്ല സംവിധാനങ്ങളാണ്. എഡ്യൂക്കേഷൻ രംഗത്ത്, അങ്ങനെ പല രംഗത്തും നമ്മൾ ഇന്ത്യക്ക് മാതൃകയാണ്. അത് യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ യാഥാർത്ഥ്യമാക്കിയ 10 വർഷക്കാലം കൂടി യാഥാർത്ഥ്യമാക്കുകയും അടുത്ത വരാൻ പോകുന്ന കാലങ്ങളിലേക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാത വെട്ടിത്തെറിക്കുകയും ചെയ്തതാണ് പിണറായി വിജയൻ ഇടതു മുന്നണി. അത് ആർക്കും നിഷേധിക്കാൻ പറ്റും. ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ജി സുധാകരനെ കുറിച്ച് പറഞ്ഞ ഒരു ചെറ്റ എന്നുള്ളൊരു പ്രയോഗമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. മറ്റെല്ലാം മാറ്റിവെച്ച് UDF ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ചെറ്റ എന്നുള്ള പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ? ഞാനതൊരു കമൻറ്റ് പറയുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ. ഞാൻ പറഞ്ഞോളൂ, ഈ അജണ്ട സെറ്റ് ചെയ്ത മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ പുറകെ UDF പോവുകയാണ്. കറക്റ്റ്. അതിന് അദ്ദേഹം എന്തൊക്കെ തന്ത്രകുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ പറയില്ല. പക്ഷേ അതാണ് രാഷ്ട്രീയം. അജണ്ട സെറ്റ് ചെയ്യുന്ന നേതാവ്. ആ അജണ്ട ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. തന്ത്രകുതന്ത്രങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷേ അതാണ് രാഷ്ട്രീയം. ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, എങ്ങനെ നയിക്കണം. ഒരു കാര്യം പറയാം, ഇന്നത്തെ കേരളത്തിൽ പിണറായി വിജയൻ്റെ ബദലായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുന്നണിയിലും ഒരു പാർട്ടിയിലും ഇല്ല. അല്ല, അത് തന്നെയല്ലേ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. CPM-ൽ പിണറായി വിജയന് ശേഷമുള്ള അത്തരത്തിലൊരു ക്രൗഡ് പുള്ളറുണ്ട്. ഒത്തിരി ആളുകളുണ്ട്. ഞാൻ പേര് പറഞ്ഞത് ശരിയല്ല എന്ന്. നല്ല നേതാക്കന്മാരുണ്ട്, കഴിവുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ അത് ആയിരിക്കുമല്ലോ നാളെ തെറ്റു. ഒത്തിരിയാണ്. അതിന് CPM ഭയപ്പെടേണ്ട കാര്യം വേറെ ഒറ്റ കാര്യമുള്ളൂ. ഇന്നത്തെ മാറുന്ന ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട്, അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ ഞാൻ സ്നേഹിക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യവാദിയായിരുന്നു. ഇന്നും അത് ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും മുതലാളിത്തത്തിനെതിരായി ശബ്ദമുയർത്താൻ കഴിയുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM-നാണ്. ഇപ്പോൾ MA ബേബി എൻ്റെ വളരെ അടുത്തു. ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടാണ്. യെച്ചൂരിയായിട്ട് അടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. കൊടിയേരി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാനിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു വ്യക്തതയുണ്ട്. അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വളരെ വളരെ വ്യക്തതയുള്ള ആളുകളാണ്. അതുപോലെ പിണറായിയെ തുടർന്ന് തന്നെ ആ പാർട്ടിയിൽ നല്ല കാഴ്ചപ്പാടുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ഈ നമുക്ക് കോൺഗ്രസിലേക്ക് വരാം. അവസാനത്തെ ചോദ്യമാണ്. ഈ കോൺഗ്രസിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാവണോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമാണോ, ഇവർ രണ്ടും അല്ലാത്ത മറ്റൊരു നേതാവായ നേരത്തെ പറഞ്ഞ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. പക്ഷേ ഒരു മുൻ കോൺഗ്രസ്സുകാർ ഇപ്പോഴും കോൺഗ്രസ് മൈൻഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇവരെയൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഈ നേതാക്കന്മാരെല്ലാം വ്യക്തമായി അറിയുന്ന ആളെന്നുള്ള കുറച്ചുകൂടി മുതിർന്ന നേതാവ് അല്ല, എന്നാൽ പോലും കേരളത്തിൽ UDF-ന് അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന മാഷ് കരുതുന്നത്? ഞാനിപ്പോൾ ഒരു കമൻ്റ് പറയുന്നില്ല. കാരണം ചിലരെ എനിക്ക് ഉള്ളുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്ന ആളാണ്, ചിലരെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് അതൊരു ഇഷ്യൂ ആക്കണ്ട. തിരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഓക്കെ, താങ്ക് യു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും നന്ദി, നമസ്കാരം.